5 രൂപ 5 രൂപ 5 രൂപ 5 രൂപ ഏതെടുത്താലും 5 രൂപ 5 രൂപ. സത്യമായിട്ട് ഞാൻ സ്ട്രോബെറി കച്ചവടം തുടങ്ങിയല്ല കേട്ടോ, തമാശയ്ക്ക് ചെയ്തതാ. ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. നല്ല ചുവന്ന് പഴുത്ത് നിറഞ്ഞു നിൽക്കുന്ന സ്ട്രോബെറി പാടത്ത് നിന്ന് ഡയറക്റ്റായിട്ട് നമുക്കിഷ്ടമുള്ള സ്ട്രോബെറി സ്വയം പറിച്ചെടുക്കാം എന്ന വലിയ സന്തോഷത്തിലാണ്. ഇത് ഫ്രീ ഒന്നുമല്ല കേട്ടോ. ഇവിടെ സ്പെയിനിലെ മാരിഡിൽ വിവേരോസ് മുൻഹാരാമ എന്ന പ്ലാന്റ് നഴ്സറിയാണ് കേട്ടോ ഇത്. നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ഓരോ ആൾക്കും ഓരോ ബാസ്ക്കറ്റ് എടുക്കണം. ഈ ബാസ്ക്കറ്റ് തന്നെ 2 തരമുണ്ട്. 1 കിലോയുടെ ഉണ്ട്, 2 കിലോയുടെ ഉണ്ട്. 1 കിലോ ബാസ്ക്കറ്റിന് 10 യൂറോ ആണെങ്കിൽ 1/2 കിലോ ബാസ്ക്കറ്റിന് 8 യൂറോയാണ്. തമ്മിൽ 2 രൂപയുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും 1 കിലോയുടെ ബാസ്ക്കറ്റ് തന്നെ എടുത്തു. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടത്ത് എവിടെ തുടങ്ങണം എന്ന കൺഫ്യൂഷൻ നിന്ന് ഞങ്ങളോട് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ തന്നെ ഒരു ഏരിയ, നല്ലൊരു ഏരിയ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ അങ്ങ് പാടം കിളച്ച് മറിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. 1 കിലോ സ്ട്രോബെറി ബാസ്ക്കറ്റുമായിട്ട് കയറി ഞാൻ 1/2 കിലോയോളം വയറ്റിലാക്കി കേട്ടോ. അതിച്ചിരി കൂട്ടി പറഞ്ഞതാണ്, അത്രയൊന്നുമില്ല, എന്നാലും ആവശ്യത്തിന് ഞാൻ കഴിച്ചിട്ടുണ്ട്. ആദ്യം കഴുകി നല്ല വെടിപ്പാക്കി കഴിച്ചു. പക്ഷെ പിന്നീട് കഴുകാനൊന്നും നിന്നില്ല. ചെടിയിൽ നിന്ന് ഡയറക്റ്റ് നേരെ വായിലോട്ടിട്ടു. ഇത് മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. നല്ല പഴുത്ത് തൊടുത്ത സ്ട്രോബെറി കുട്ടന്മാരെ കൈ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ കൊതി തോന്നും. അങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴാണ് ഞാനൊരു സൂത്രം മനസ്സിലാക്കിയത്. കൂട്ടത്തിലെ ഇത്തിരി കുഞ്ഞൻ സ്ട്രോബെറിക്കാണ് രുചി കൂടുതലുള്ളത്. പിന്നെ അങ്ങോട്ട് ഈ കുഞ്ഞന്മാരെ തന്നെ, പക്ഷേ ഇതെല്ലാം പാകമായത് തന്നെയാണ് കേട്ടോ. അവരെ പ്ലക്കിങ് തുടങ്ങി. ഇവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ 3 ഫാമിലി ഒരുമിച്ചാണ് പോയത്. വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഈ നഴ്സറിയിൽ തന്നെ ജോലി ചെയ്യുന്ന കുറേ പേരും ഈ സ്ട്രോബെറി പ്ലക്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഈ മെയ് മാസത്തിൽ തന്നെ പോയതിന് കാരണം എന്താണെന്നറിയാമോ? പിന്നീട് ഒരു വലിയ ചൂടായിരിക്കുമേ. ഈ നമ്മൾ കഴിക്കുന്ന മരുന്നും ഈ വെയിലും തമ്മിൽ പിണക്കക്കാരാണെന്നറിയാമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ കുറഞ്ഞൊരു ദിവസം നോക്കി ഇറങ്ങിയതാണേ. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് വെയിലൊട്ടും ഇല്ലെന്ന് മാത്രമല്ല, അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ജാക്കറ്റും തൊപ്പിയും ഒക്കെ ഇട്ടങ്ങ് ഇറങ്ങി. വിശാലമായ മുറ്റവും തോട്ടവും ഒക്കെ എന്നും വലിയ സ്വപ്നമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വിശാലമായ പാടം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. ഒക്കെ പറിച്ചെടുത്ത് പച്ച നെറ്റിട്ട് സേഫാക്കി വെച്ചു. അങ്ങനെ സേഫാക്കി വെച്ചിട്ട് അധികം നാളൊന്നും ഇതിരിക്കില്ല, അറിയാമല്ലോ. സ്ട്രോബെറി വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ടല്ലേ, പെട്ടെന്ന് ചീത്തയായി പോവും. പക്ഷേ ഇത്രയും വെച്ച് എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ, ഇത് വെച്ച് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം, സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാം. പറ്റിയ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഈ ചക്കയുടെ കാലമായാൽ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചക്ക, ലഞ്ചിന് ചക്ക, ഡിന്നറിന് ചക്ക എന്ന് പറഞ്ഞ പോലെ ഇനി ഇത് തീരും വരെ സ്ട്രോബെറിയുടെ ദിവസമായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇതുപോലുള്ള നയന മനോഹരമായ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.